വീട് പോലെ തന്നെ നമ്മൾ ഒരുപാട് പണം ചെലവാക്കുന്ന ഒരു ഏരിയയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം വരാൻ നേരത്ത് പല ആൾക്കാരും കടക്കെണിയിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം? നമുക്കൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചാലോ? അതായത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഈസി ആയിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ. ഇത് ജയ്ഷൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. പുള്ളി ഏതാണ്ട് 25 വർഷത്തോളം ഈ ഒരു മേഖലയിൽ പുള്ളി എക്സ്പേർട്ടാണ്. അപ്പോൾ ജയ്ഷ, ഞാൻ എങ്ങനെ അതായത് സാധാരണ രീതിയിൽ ഒരുപാട് പേര് ഇപ്പൊ ശരിക്കും നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ കടക്കണിയിലാവുന്നത്. ഇപ്പൊ ഒരുപാട് പേര് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കടക്കണിയിലാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ പല ആൾക്കാരും ആത്മഹത്യ വക്കിൽ പോകുന്നു, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് താങ്ങാനാവാതെ നമുക്കിത് എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം മനോഹരമാക്കി എടുക്കാം? ഫ്രാൻസിസ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഒരിക്കലും ഒരാവശ്യത്തിനും ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകില്ല. ഇപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ. നമ്മളെല്ലാം മലയാളീസാണ്, നമ്മൾക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. പണ്ട് വെച്ചാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി, അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ പൊസിഷനിലേക്ക് പോകുന്നു. നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പഠിച്ച് ഒരു ജോലിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് +2 വരെയും എല്ലാവരുടെയും കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ +2 കഴിഞ്ഞാൽ ശരിക്കും പാരൻസിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒരു കുട്ടിയുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഒരു പ്രധാന പങ്ക് തന്നെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും യെസ്, യെസ്. തീർച്ചയായിട്ടും അല്ല, ഞാൻ ഇതില് നേരത്തെ എന്നൊക്കെ പറഞ്ഞാല് ഒരു പഠിച്ച് നമ്മളൊരു ജോലി കിട്ടിയ ശേഷം പിന്നീട് ആ ജോലിയുടെ വരുമാനം വെച്ച് പഠിക്കാൻ പോകുന്ന അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതെ അല്ലേ? അതെ നേരത്തെ അങ്ങനെയായിരുന്നു ഇതെല്ലാം നടന്നത്. പക്ഷെ ഇപ്പൊ +2 കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ വിദേശത്ത് പഠനത്തിന് പോവുക, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പഠനത്തിന് പോവുക. ഈ 30 ലക്ഷം പോലും എനിക്ക് 2 കോടി വരെയൊക്കെ ചെലവാക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിദ്യാഭ്യാസം അല്ലേ? തീർച്ചയായിട്ടും. ഇതെങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും? അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം ആ കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ ഏജ് വരെയെങ്കിലും പാരൻസിൻ്റെ സപ്പോർട്ട് എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട്, കെയർ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ചില പാരൻസ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിയുടെ ഫ്യൂച്ചർ മുൻകൂട്ടി കണ്ടിട്ട് എഡ്യൂക്കേഷൻ പ്ലാനുകളിലും മറ്റുമെല്ലാം ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി കമ്പനികൾ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട്, പ്രത്യേകിച്ചും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പ്രോഡക്റ്റുകൾ, ഒത്തിരി പ്ലാനുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അത് അവൈലബിൾ ആണ്. ഇപ്പോൾ ചില കുട്ടികൾ ആ ജനിക്കുന്ന സമയങ്ങളിൽ തന്നെ അവരുടെ പാരൻസ് ഇത്തരം പ്ലാനുകളിൽ ചേരുകയും അവർക്ക് ആ കൃത്യ സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു ആഡിക്വേറ്റ് ഫണ്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്ലാൻ എന്ന് പറയാൻ നേരത്തെ ഇപ്പൊ നമ്മുടെ നാട്ടില് സാധാരണ കൂലി വേല ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സുകാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡോക്ടർ പോലുള്ള പ്രൊഫഷണൽസ്. ഞാൻ ഈ കൂടുതലും ഈ പ്രൊഫഷണൽസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് അതായത് ഈ പ്ലാനുകൾ ചെയ്ത് കണ്ടേക്കണേ. ശരിക്കും സാധാരണക്കാരന് പറ്റത്തില്ല ഇത്? ശരിക്കും എല്ലാവർക്കും പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ഒരു ആശയം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും പണത്തിന് ആവശ്യമുണ്ടല്ലോ. അത് ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു പ്രൊഫഷണൽ ആണെങ്കിലും എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും അവർക്ക് എല്ലാവർക്കും പൈസക്ക് ആവശ്യമുണ്ട്. പക്ഷേ ആ പൈസയുടെ അളവിൽ മാത്രമാണ് വ്യത്യാസം. എത്ര ക്വാണ്ടിറ്റി, എത്ര എമൗണ്ട് ആവശ്യം എന്നുള്ളത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 1000 രൂപ ഡെയിലി വരുമാനമുള്ള ആളാണെങ്കിലും 1,00,000 രൂപ വരുമാനമുള്ള ആളാണെങ്കിലും അവരുടെ ഇൻകത്തിനനുസരിച്ചിട്ട് ഒരു പെർസെൻറ്റേജ് 10 to 20% എങ്കിലും അവർക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ മന്ത്ലി നമുക്ക് 1000 രൂപയാണെങ്കിലും, ഇപ്പോൾ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നോക്കിയാലും ചിലപ്പോൾ 1000 രൂപ 1500 രൂപ ഡെയിലി വേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ, അതെ, അതെ. ഇല്ലേ? അത്രയും കിട്ടുന്നുണ്ട്. അത്രയും ഒരു ഇൻകം ഇന്ന് ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അല്ല, സാധാരണ ഈ കൂലി വേല ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതായത് അവരാണല്ലോ ശരിക്കും പറഞ്ഞ ഏറ്റവും താഴെ കിട്ടുന്ന എല്ലാവരും വിചാരിക്കണേ. അതെ, പക്ഷെ മാസം 30,000-ന് മേല് വരുമാനം അവരുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഡെയിലി 1000, 1500, 2000 രൂപയൊക്കെ ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്ന പല ആളുകൾക്കും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർക്കൊരു എന്താ പറയുക, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സേവിങ്സ് മെൻറ്റാലിറ്റിയോ
അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ബാലൻസ് ഉള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് പല ആളുകളും സാധാരണക്കാർ നോക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മൾക്ക് എത്ര രൂപ കിട്ടിയാലും അത് 100 രൂപയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഫ്യൂച്ചർ റിക്വയർമെന്റ്സിന് ഒരു 10-20% എങ്കിലും സേവ് ചെയ്യാനായിട്ട് അതായത് ഒരു 10 രൂപയോ 20 രൂപയോ ഒരു ദിവസം മാറ്റി വെച്ച് തന്നെ ഈസി ആയിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഡെഫിനറ്റ്ലി. കാരണം ഈ പൈസയുടെ ഒരു പവർ എന്ന് പറയുന്നത് ഇത് ഓരോ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും അതിന്റെ കോമ്പൗണ്ടിങ് വാല്യൂ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മളൊരു ലോങ്ങർ പീരീഡിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാസം ഒരു 1000 രൂപയായിരിക്കും. മാസം 1000 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം 30 രൂപ 35 രൂപയൊക്കെ വരുന്നുള്ളൂ. പക്ഷെ അത്ര ആണെങ്കിൽ പോലും ഓവർ എ ലോങ്ങർ പീരീഡ് അതിന്റെ ടോട്ടൽ കോമ്പൗണ്ടഡ് വാല്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം അവരുടെ ആവശ്യങ്ങൾ, അത് എഡ്യൂക്കേഷൻ പർപ്പസ് ആയാലും മറ്റെന്ത് ആവശ്യങ്ങളായാലും അത് മീറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഒരു കോർപ്പസ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലത്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില പാരൻസ് നാളെ ആവട്ടെ പിന്നെ ആവട്ടെ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വൈകിപ്പോയ ആളുകളുണ്ടാവും. അവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഷോർട്ട് പീരീഡിലേക്കുള്ള ഫണ്ടുകളുമൊക്കെ ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പം അത് ശരിയായത് തിരഞ്ഞെടുത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആവശ്യം അവർക്ക് ലോണൊന്നും എടുക്കാതെ തന്നെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഉണ്ട്, ധാരാളം ഉണ്ട്. അതായത് ഒരു ചായയുടെയും ഒരു കടിയുടെയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ അത്യാവശ്യം, ആവശ്യം, ആർഭാടം, അനാവശ്യം എന്നുള്ള രീതിയിൽ നമ്മുടെ ചിലവുകളെ നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാൻ പറ്റും. അപ്പം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം എന്താണെങ്കിലും, ആവശ്യം അതും ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആർഭാടത്തിലേക്കാണ് വരുന്നത്, അതിനുശേഷം അനാവശ്യത്തിലേക്കാണ്. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന പൈസയെങ്കിലും സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ റിക്വയർമെന്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അതായത് കുട്ടികളെ ചെറുപ്പത്തിലെ മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ അതല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിലൊക്കെ എത്തിയിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പൊ ഒരു 3, 4, 5 വർഷം കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ പൈസ ആവശ്യം വരും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും? ശരിക്കും നമ്മൾ ഒരു മിനിമം ഒരു 5 വർഷത്തെ പീരീഡെങ്കിലും നമുക്ക് ഉള്ളതാണ് എപ്പോഴും അഭികാമ്യം അല്ലേ? ഒരു മിനിമം ഒരു 5 ഇയർ എങ്കിലും നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് മുന്നിലേക്ക് ആ ഒരു പീരീഡ് നമുക്ക് ഉണ്ടെങ്കിൽ 5 വർഷം മുമ്പെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷെ അത് എത്ര കൂടുതൽ നമുക്ക് പീരീഡ് കിട്ടുകയാണ്. ഇപ്പോൾ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം എന്താണെങ്കിലും ഈ കുട്ടി നമ്മുടെ കുട്ടിയാണ്, നമുക്ക് ഇതിന് കെയർ ചെയ്യണം, എഡ്യൂക്കേഷൻ കൊടുക്കണം, എല്ലാ രീതിയിലും നല്ല സൗകര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു തിങ്കിങ് നമുക്ക് ആ സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അഥവാ ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഒരു 5 ഇയർ പീരീഡ് എങ്കിലും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ജയ്സ, എന്തൊക്കെ സ്കീമാണ് ശരിക്കും ഇങ്ങനെ ഈ ഫിനാൻഷ്യൽ സ്കീമാണ് ഇപ്പോൾ ഉള്ളത്, ഒന്ന് പറയാമോ അതിനെ കുറിച്ച്? അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു ഡീസൻറ്റ് റിട്ടേണും കൂടി കിട്ടുന്ന രീതിയിലായിരിക്കുമല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരിക്കും സേവിങ്സ് എന്ന് പറയുന്നത് ശരിക്കും പണ്ട് കാലത്ത് നമുക്കറിയാലോ, നമ്മുടെ പാരൻസ് കുടുക്കയിലൊക്കെ കൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നിട്ട് കുടുക്ക റിട്ടേൺ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർ അത് ആ പൈസ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അതെങ്ങനെയെങ്കിലും ചിലവായി പോകും. ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ശരിക്കും സേവിങ്സിൻ്റെ ആദ്യത്തെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ആ പർപ്പസാണ്. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണേക്കാളും കൂടുതലായിട്ട് പർപ്പസാണ്. അപ്പോൾ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒത്തിരി ഫണ്ടുകൾ അവൈലബിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഫിക്സ്ഡ് റിട്ടേൺ തരുന്ന കാറ്റഗറി ഫണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്ത് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഫണ്ടുകളുണ്ട്. പിന്നെ ചില ഫണ്ടുകൾ ചില കമ്പനികളുടെ ഫിക്സ്ഡ് റിട്ടേണും അതുകൂടാതെ ഒരു ബോണസും കൂടി ആഡ് ചെയ്യുന്ന ടൈപ്പ് ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ ഫിക്സ്ഡ് റിട്ടേണും ഉണ്ടാകും, ഒരു ഭാഗം വേരിയബിൾ റിട്ടേൺ ആയിരിക്കും. പിന്നെ കംപ്ലീറ്റ് വേരിയബിൾ ആയിട്ടുള്ള റിട്ടേൺ തരുന്ന ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടുകൾ പോലെയൊക്കെ ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വേരിയബിൾ റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ള ഫണ്ടുകളിൽ കസ്റ്റമറിൻ്റെ ഒരു ആപ്പിറ്റൈറ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചോയ്സ് എന്നുണ്ട്. ധാരാളം ഫണ്ടുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗം ഫണ്ടുകളും തന്നെ ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് അതാണ് ഇതിന്റെ ഒരു പ്ലസ് ഞാൻ കണ്ടോ. അതായത് ഈ ഫണ്ടുകളെല്ലാം തിരിച്ചു കിട്ടാൻ നേരത്ത് ആ എമൗണ്ട് ടോട്ടലി ടാക്സ് ഫ്രീ ആണ്.
എക്സാക്ട്ലി. അല്ലേ? സാധാരണ നമ്മൾ എസ് ബിയിൽ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എടുക്കും പോലും നമുക്ക് ടാക്സ് അടച്ചിട്ട് കിട്ടുള്ളൂ അല്ലേ? അതായത് നമ്മൾ ഇത്തരം കാറ്റഗറി ഫണ്ടുകളിൽ അപ് ടു എ സർട്ടൺ ലിമിറ്റ് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും ടാക്സ് ഫ്രീ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഈ എല്ലാ ഫണ്ടുകളും നമുക്ക് കിട്ടും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതിനെക്കാട്ടും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈഫിൽ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ടല്ലോ. അതെ. ലൈഫിൽ ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ലൈഫിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡെത്താണ് ശരിക്കും അല്ലേ? കാരണം എല്ലാവരും മരിക്കും. പക്ഷെ എപ്പോ എങ്ങനെ എവിടെയെന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്കൊരു അൺടൈമിൽ ഡെത്ത് സംഭവിച്ചാൽ അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കെയറും എല്ലാം നമ്മുടെ ഫാമിലിക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ആവശ്യമുള്ളൊരു സമയത്ത് നമുക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാണല്ലോ ശരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ബ്ലോക്ക് ആയി പോകും. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും ഒക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പൊ അതെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് പർപ്പസിനാണോ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇല്ലാത്തൊരവസ്ഥയിൽ പോലും എഡ്യൂക്കേഷൻ പർപ്പസ് കിട്ടും. മീറ്റ് ചെയ്യും. അപ്പൊ അതൊരു അങ്ങനെ ഒത്തിരി നല്ല ഫണ്ടുകളുണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഏതാണ് നമ്മൾക്ക് സൂട്ട് ആവുന്നത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഒരു ക്രൈസിസിലേക്ക് പോകില്ല. ഓക്കെ. ഒരാൾക്ക് ഒരു 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലക്ഷത്തോളം രൂപ എനിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിരുന്നു വിചാരിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 7 വർഷം മുൻപ് അയാൾ എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം? അതായത് സാധാരണ നമ്മൾ ഇപ്പോൾ ഈ ഡെപ്റ്റ് ഫണ്ടുകളും മറ്റു വേരിയബിൾ ഫണ്ടുകളും ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫിക്സഡ് റിട്ടേണും ഇക്വിറ്റി ബേസ്ഡ് വേരിയബിൾ റിട്ടേൺ തരുന്ന ഫണ്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഡിഫറൻ്റ് ആണ്. സാധാരണ ഇപ്പോൾ ഒരു FD പോലെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ആവറേജ് ഒരു 7% ഒക്കെയാണ് FDക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു ഫണ്ടുകളുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 12%-നും 20%-നും ഇടയിലാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ അവർ ഏത് ഫണ്ടാണോ ചൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്നത്. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എക്സാക്ട് എമൗണ്ട് പറയുകയാണെങ്കിൽ ഇത് ഏത് ഫണ്ടാണ് അവർ അല്ല, ഞാനിപ്പോൾ ചോദിക്കുന്നു അത് ഇക്വിറ്റി ആണെങ്കിൽ ഒരാൾ ഇപ്പോൾ ഒരു 7 വർഷം വരെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യും ഈ 30 lakhs കിട്ടാൻ? അതായത് ഇപ്പോൾ നമ്മളൊരു 12% ഓഫ് റിട്ടേൺ ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 7 ഇയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഒരു 2.5 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം, അതായത് മന്തിൽ ഒരു 20,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഇപ്പോൾ ഒരു 7 വർഷം കൊണ്ടിട്ട് അവർ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ഈ പറഞ്ഞ ഒരു 30 lakhs rupees ഒക്കെ വരെ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യലാണ് ഇന്ത്യയിലുള്ള ഫണ്ടുകൾക്ക് ഉണ്ടാവും. എല്ലാ ഫണ്ടുകൾക്കും തന്നെ ഇടും. അത് ഒരു 7 വർഷം നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് ഈ 30 lakhs ഇൻവെസ്റ്റ്മെന്റ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ജിഷ സാധാരണയായിട്ട് ഈ കുട്ടികൾ കൂടുതൽ വിദേശത്ത് പോയിട്ട് വിദ്യാഭ്യാസം നേടുന്നതായിട്ട് പലതും കണ്ടു. അതായത് ഈ വിദേശ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പല വീട്ടുകാരും ചെയ്യുന്ന, അതായത് ലോൺ എടുക്കുന്നത് സ്വന്തം വീട് കൊണ്ടേ പണയപ്പെടുത്തിയും അങ്ങനെയൊക്കെയാണ് ലോൺ എടുക്കുന്നത്. നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞൊരു വാലിഡ് പോയിന്റ് ആണ്. കാരണം ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ ആ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ വിദേശത്ത് പോയി പഠിക്കണം, ജോലി ചെയ്ത് പഠിക്കണം, അവിടുത്തെ കൾച്ചറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആവണം എന്നുള്ള രീതിയിൽ ഒത്തിരി കുട്ടികൾ, നമുക്കറിയാം ഒത്തിരി കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? പക്ഷേ ഇതിൽ ഒരു 100 കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മോർ ദാൻ ഒരു 80% മുകളിലുള്ള കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതെ. പക്ഷേ ഈ 80% ആളുകൾക്ക് ശരിക്കും പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, നല്ല കുട്ടികളാണ്, പക്ഷെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്തത് കൊണ്ടിട്ട് ഒത്തിരി കുട്ടികൾ അവരുടെ ആ സ്വപ്നം ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ. അതിനും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പാരൻസ് ഒരു കുറച്ച് നേരത്തെ ഒരു 5 years മുന്നെയെങ്കിലും ഒന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കുട്ടികളുടെ ആഗ്രഹം ഒന്നും ചെയ്യേണ്ടി വരില്ല. കാരണം നമ്മൾ ലോൺ എടുക്കണ്ട, അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്യേണ്ട, ഒന്നും ചെയ്യാതെ നമ്മളുടെ ആ സേവിങ്സും അതിൻ്റെ ആ ബെനിഫിറ്റ്സും കൂടി വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു അതായത് ഈ ലോൺ എടുക്കുന്നതിൽ പലതും കണ്ടേക്കണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു 30 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് അത് മിക്കവാറും 60 ലക്ഷത്തിന് മേലായിട്ടുണ്ടാവും അല്ലേ? അതേസമയം നമ്മൾ 5 വർഷം മുൻപേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 ലക്ഷത്തിലേക്കും കൂടുതൽ എമൗണ്ട് ഇവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അല്ലേ? എക്സാക്ട്ലി. അതായത് ലോൺ എടുത്ത് നമ്മൾ EMI അടക്കുന്നതിന് പകരം നമുക്കത് റിവേഴ്സ് ചെയ്യാമല്ലോ. അതെ. നമ്മൾ ആ EMI അടക്കുന്നതിന് പകരം ഒരു സർട്ടൻ ഇയേഴ്സ് മുന്നേ തന്നെ EMI കൊടുത്തു തുടങ്ങുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ആ സമയം വരുന്ന സമയത്ത്
നമ്മൾ അടച്ചേക്കുന്ന എമൗണ്ടും അതിന്റെ പുറത്ത് ഗ്രോത്ത് ആണ് വരുന്നത്. ഗ്രോത്ത് ആണ് വരുന്നത്. മറ്റേത് നമ്മൾ അത് അടക്കുന്ന പൈസയുടെ പുറത്ത് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഇത് അടക്കുന്നത് അതിന്റെ പുറത്ത് ശരിക്കും പറഞ്ഞ ഗ്രോത്ത് ആണ് ഉണ്ടാവുക. അത് പലർക്കും അറിയാത്തതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാത്തെന്ന് തോന്നുന്നു അല്ലെ? കാരണം വെച്ചാൽ ഞാൻ പല കാരണന്മാരും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോൺ എടുത്തും അതുകൂടാതെ തന്നെ വീടിന്റെ ഒക്കെ കൊണ്ട് ആധാരം കൊണ്ട് വെച്ചിട്ടൊക്കെ എടുക്കുന്നത്. ഇതെന്താന്ന് വെച്ചാല് പിന്നീട് ഈ ചില കുട്ടികളൊക്കെ തിരിച്ചു വരുന്നുണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇരട്ടി ബാധ്യതയല്ലേ? ഈ പൈസയും പോയി, അതുകൂടാതെ തന്നെ ഇതിന്റെ പുറത്ത് പലിശയൊക്കെ കയറി അവസാനം ഈ വീടും പോയി, എല്ലാം പോയി. ഇതിനെയൊക്കെ ഈസി ആയിട്ട് ഇതുപോലെ പ്ലാൻ ചെയ്താൽ നടക്കും അല്ലെ? ഉറപ്പായിട്ടും നല്ല വ്യക്തമായ ഒരു നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിനും ഒരു റിക്വയർമെന്റിനും ഒരു ക്രൈസിസിലേക്ക് പോകില്ല. നമ്മളൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്നത് ഒരാള് ഒരു തരി പോലും ഇൻകം ജനറേറ്റ് ചെയ്യാത്തത് കൊണ്ടോ ഒന്നും കൊണ്ടിട്ടല്ല. ശരിക്കും ആ കിട്ടുന്ന ഇൻകം അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തുണ്ട്, പ്ലാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പൈസക്ക് ആവശ്യമുണ്ട്. പക്ഷെ ആ അളവിൽ മാത്രമേ, എമൗണ്ടിന്റെ ആ ഒരു അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ എനിക്കാണെങ്കിലും ഫ്രാൻസിസിനാണെങ്കിലും ഏത് വലിയ അംബാനിനെ എടുത്താലും പുള്ളിക്കും പൈസക്ക് ആവശ്യമുണ്ട്. ആ വോളിയത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മുടെ ലൈഫിൽ അനിവാര്യമാണ് അല്ലെ? ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടില് ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഒട്ടുമിക്കവർക്കും ഉണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടികൾ ഒരു വലിയൊരു കടക്കിണിയിലേക്കാണ് ചെന്നുപെടുന്നത്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ പൈസ റിട്ടേൺ അടക്കേണ്ട സമയമാവും. ഈ അടക്കേണ്ട സമയം ആവുന്നിടത്ത് മാസം ഈ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് അടയ്ക്കാനായിട്ട് നല്ലൊരു എമൗണ്ട് വരും. ഇങ്ങനെ വന്നു കഴിയുമ്പം ഈ കുട്ടികൾ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ ഫ്രഷേഴ്സ് ആയിട്ടായിരിക്കും ഒരു ജോലിക്ക് കയറുണ്ടാവുക. അപ്പൊ ഈ ഫ്രഷേഴ്സ് ആയിട്ട് കിട്ടുന്നവരുടെ സാലറി വളരെ തുച്ഛമായിരിക്കും. ഈ കിട്ടുന്ന പൈസ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വിദ്യാഭ്യാസ ലോൺ അടക്കാനേ തികയുണ്ടാവുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തികയുണ്ടാവില്ല. അവിടെയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ മയക്കുമരുന്ന് പോലുള്ള ഇല്ലീഗൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടാവുക. അതായത് ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവരുടെ ഈ വരുമാനം കണ്ടെത്താൻ ഇവർ പലതരത്തിലുള്ള ഇല്ലീഗൽ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ മയക്കുമരുന്ന് ലോബികൾ ഇത്രമാത്രം പിടിമുറുക്കിയിട്ടുണ്ടാവുക. ഇത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾ, ഇനിയുള്ള വരും തലമുറയെങ്കിലും ഇത്തരം കടക്കിണിയിൽ വരാതെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.